അടുത്ത പ്രോബ്ലം. For the integral equation y equal to lambda into integral 0 to 1 minus 3x psi into y of psi d psi plus f of x. Find the characteristic numbers and characteristic functions. Also show that y of x equal to f of x plus a1 into 1 minus x plus a2 into 1 minus 3x. a1 a2 കോൺസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇതെന്തായാലും സെപ്പറബിൾ ആണ്. 1 മൈനസ് 3x നമുക്ക് 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 3x ഇൻറ്റു സൈ എന്ന് എഴുതിയാൽ f1 of x 1 g1 of x psi, f2 of x minus 3x g2 of x psi. ഓക്കെ, റൈറ്റ്. അപ്പോൾ y of x എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതാം. f of x ഇത് ആദ്യം എഴുതി. f of x പ്ലസ് ലാംഡ c1 മൈനസ് 3 ലാംഡ c2x. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതാം. കാരണം ഇവിടെ ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ y ഓഫ് സൈ ഡി സൈ അതാണ് c1 എടുക്കുന്നത്. പിന്നെ അടുത്തതിൽ മൈനസ് 3 ലാംഡ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 സൈ y ഓഫ് സൈ ഡി സൈ c2 എന്നെടുക്കും. അങ്ങനെയാണത് അവിടെ എഴുതിയിട്ടുണ്ട് c2. ജസ്റ്റ് ഇൻ്റഗ്രൽ അങ്ങോട്ട് എടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ, ചെയ്തുള്ളൂ. പക്ഷേ ഡി സൈക്ക് ബാധകമല്ലാത്ത എക്സ് ഒക്കെ പുറമേ എടുക്കും, അതുപോലെ ലാംഡയും പുറമേ എടുക്കും. അങ്ങനെ എഴുതിയതാണിത്. പിന്നെ ബാക്കി വരുന്ന ആ ഇൻ്റഗ്രലിന് c1 c2 എന്ന് പേരും കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈങ് 2/g1 of x equal to 1 ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് ഓവർ 0 1. ഇവിടെ 0 1 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് റിലേഷൻ കിട്ടും. ആ റിലേഷൻ ഇതായിരിക്കും, c1 ഇൻറ്റു 1 മൈനസ് ലാംഡ പ്ലസ് 3/2 ലാംഡ c2 ഈക്വൽ β1. β1 എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെ മൾട്ടിപ്ലൈങ് ഇക്വേഷൻ 2/g2 of x equal to x. ഇതേ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ കിട്ടും. ദറ്റ് ഈസ് മൈനസ് ലാംഡ ബൈ 2 c1 പ്ലസ് 1 പ്ലസ് ലാംഡ ഇൻറ്റു c2 ഈക്വൽ ടു β2. സോറി, β2 എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു f of x ds ആയിരിക്കും. അപ്പോൾ രണ്ട് എണ്ണം നമുക്ക് കിട്ടി, രണ്ട് ഇക്വേഷനും കിട്ടി. ഇക്വേഷൻ 3 സാധാരണ വരുന്ന ഇക്വേഷൻ 3 കിട്ടി. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണം കിട്ടി. അത് രണ്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇക്വേഷൻ 2ന് g1 of x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് കിട്ടും. ഇക്വേഷൻ 2ന് g2 of x കൊണ്ട് മൾട്ടിപ്ലൈ ഈ തരത്തിലൊന്ന് കിട്ടും. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതാണ് 3. ഓക്കെ, അടുത്ത 3യിൽ നിന്ന് കോഫിഷ്യന്റ് മെട്രിക്സ് ഇതാണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ ഡെൽറ്റ ഡിനോട്ട് ചെയ്യുക. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ 0 ആകുമ്പോൾ ലാംഡയുടെ വാല്യൂസ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് പറയും. അത് +2 -2 കിട്ടി ലാംഡയുടെ വാല്യൂ. അപ്പോൾ ലാംഡേൻ്റെ ആദ്യത്തെ ഒരു 2 കൊടുത്ത് 3യിൽ കൊടുത്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ c1 c2 എക്സിസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഒരേ ഇക്വേഷനാണ്, ലെഫ്റ്റ് സൈഡ് രണ്ടും ഒന്നാണ്. അപ്പോൾ c1 c2 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ β1 = β2. അപ്പോൾ β1 β2 അറിയാമല്ലോ. അത് വെച്ചിട്ട് എന്തായിരിക്കണം, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് β1 ഇത് β2. അപ്പോൾ ഇത് ഒരുമിച്ച് ഇപ്പുറത്തേക്ക് എടുത്താൽ 0 to 1 1 മൈനസ് 6 f of x 0 ആയിരിക്കണം. ഇത് 0 ആവുന്ന ഒന്നുകിൽ f of x 0 ആയിരിക്കണം, അല്ലെങ്കിൽ 1 മൈനസ് 6 ഓർത്തോഗണൽ ടു f of x ആയിരിക്കണം. എന്നാലും ഇത് 0 ആവും. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഏതൊക്കെ ആവണം. അപ്പോൾ പിന്നെ അങ്ങനെ ആവുകയാണെങ്കിൽ, ഈ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഇത് എന്തെടുക്കാം, -c1 പ്ലസ് 3c2 β1 എടുക്കാം. β1 എടുത്തു, ഇൻ്റഗ്രൽ f of x ds എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതറിയില്ല, f of x എന്താണെന്ന് അറിയില്ല, ജനറലായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് c1 കിട്ടും. അത് 3c2 മൈനസ് ഇൻ്റഗ്രൽ 0 to 1 f of x dx ആയിരിക്കും. ഓക്കെ, അപ്പോൾ y of x കിട്ടി. y of x f of x പ്ലസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, c1 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇതാണ് കിട്ടുക. y of x ഈക്വൽ ടു പ്ലസ് a ഇൻറ്റു 1 മൈനസ്, ഇതിന് a എന്ന് കൊടുക്കുക, കോൺസ്റ്റൻറ്റ്. ഇൻഫിനിമിനി സൊല്യൂഷനാണ്. a മാറുന്നതിനനുസരിച്ച് സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻഫിനിമിനി സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ലാംഡ ഈക്വൽ ടു 2 ആണത് കിട്ടിയത്. അപ്പോൾ ലാംഡ -2 എടുത്ത് ഇതേപോലെ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്നായിട്ട് മാറും. അപ്പോൾ ഇത് c1 c2 എക്സിസ്റ്റൻ, ഇത് രണ്ട് ഈക്വൽ ആവണം. അപ്പോൾ കണ്ടീഷൻ കൊടുക്കുക. രണ്ട് ഈക്വൽ ആവുന്നുള്ള കണ്ടീഷൻ വെച്ചാൽ നമുക്ക് കിട്ടിയ ഇതാണ് 1/3 - 6 ഇൻറ്റു f of x = 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് 0 ആവണം, ഒന്നുകിൽ f of x 0 ആവണം, അല്ലെങ്കിൽ ഓർത്തോഗണൽ f of x ഓർത്തോഗണൽ ടു ദിസ് നമ്പർ ആയിരിക്കണം. മനസ്സിലല്ലേ? 1/3 - 6 ഇൻറ്റു f of x ആയിരിക്കണം, അല്ലെങ്കിൽ f of x 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ c1 - c2 1/3 β1 വെച്ചിട്ട്
നമുക്കിങ്ങനെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് C1 കിട്ടും ഇൻ ടേംസ് ഓഫ് C2. അടുത്ത് y of xനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. C1 പകരം C2 അങ്ങനെ തന്നെ വെക്കും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ബാക്കി വരുന്ന 1 - cxൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അത് b എടുക്കാം, പ്ലസ് b എടുക്കും. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻ തരാം. b മാറിക്കൊണ്ടുവന്നാൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്നത്, ഈ പറയുന്ന y of xന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ലാംഡ = -2. ഓക്കെ, പ്രൊവൈഡഡ് ഇത് ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷൻ ശരിയായിരിക്കണം. എന്ത് ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്നുകിൽ f of 0 ആയിരിക്കണം, അല്ലെങ്കിൽ f of x ഓർത്തോഗണൽ ടു 1 - 3x ആയിരിക്കണം. ഓക്കെ, എനിവേ, അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ ജനറലായിട്ടുള്ള സൊല്യൂഷൻ എഴുതിയത്. f of x എന്ത് വേണമെങ്കിൽ ആവട്ടോ, f of x പക്ഷേ എന്ത് വേണമെങ്കിൽ അല്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഏത് f of xനും ഇത് തന്നെയാണ് സൊല്യൂഷൻ കിട്ടുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഒന്നുകിൽ f of 0 ആയിരിക്കണം, അല്ലെങ്കിൽ f of x ഓർത്തോഗണൽ ടു 1 - 3x ആയിരിക്കും. ഓക്കെ, ഫ്രം 2 y of x നമുക്ക് കിട്ടിയല്ലോ. ഇതാണ് y of x ഫ്രം 2-ൽ. C1 C2 ഒക്കെ നമ്മൾ ഡിഫറൻറ്റ് കേസായിട്ട് കൊടുത്തു. ലാംഡയ്ക്ക് അനുസരിച്ചിട്ട് C1 C2 മാറും, പക്ഷേ ഇവിടെ ജനറലായിട്ട് എടുത്തു. ഇത് നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഈ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പറയും ലാസ്റ്റ്. ഞാൻ വിചാരിക്കും. അപ്പോൾ രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യും. കോഫിഷ്യൻ്റ് ഓഫ് എക്സും കോൺസ്റ്റൻ്റ് രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഈ A1ഉം A2ഉം കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. A1 A2 കണ്ടുപിടിക്കും. എന്നിട്ട് അത് അതിനനുസരിച്ച് എഴുതാൻ പറ്റുന്നുള്ള പറയാൻ, അങ്ങനെ A1 A2 എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ ഇനി ഇതിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് ഇൻ്റഗ്രൽ ഇക്വേഷനിൽ ഒരു 50 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് വേറെ നോട്ട്സൊന്നും പകർത്തി എഴുതാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോസ് മാത്രം നോക്കി അതിനനുസരിച്ചിട്ട് വീഡിയോ കാണുന്നതിനൊപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എഴുതി പഠിച്ചാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ അത് പാസ്സാവാനും അതുപോലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും ഉപകരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.